ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമെൻഡ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ട് നോക്കാം. മറ്റു രണ്ട് പാർട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം. അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ചേച്ചി അനിയത്തിയും കണ്ടു 26, 36, പിന്നെ ചെറിയമ്മേനെയും വല്യമ്മേനെയും കണ്ടു 61, 71. ഇപ്പം നമ്മൾ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് രണ്ട് കൂട്ടുകാരന്മാർ അവരുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. അതിലൊരു രണ്ട് കൂട്ടുകാരന്മാർക്കും PSC കിട്ടി. അതിലൊരു കൂട്ടുകാരനെ പഞ്ചായത്തിലാണെങ്കിൽ ജോലി കിട്ടിയത്, മറ്റൊരു കൂട്ടുകാരനെ മുനിസിപ്പാലിറ്റിയിലാണ് ജോലി കിട്ടിയത്. രണ്ടുപേരും ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ള, അതായത് ഒരുത്തൻ്റെ 73 വയസ്സാണെങ്കിൽ ഒരുത്തൻ്റെ 74 വയസ്സ് അന്ന് വിചാരിക്കാം. അപ്പോൾ അവരുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. 73-ാം ഭേദഗതി 1992 വരുന്നത്. 74-ാം ഭേദഗതിയും 92 വരുന്നത്. ഇനി 73-ാം ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ്, ഈ പുള്ളിക്കാരന് പഞ്ചായത്തിലായിരുന്നു പണി. പഞ്ചായത്ത് രാജ് ആക്ട് നിയമം എന്നറിയപ്പെടുന്നു. ഇതിനനുസരിച്ചിട്ട് 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 11-ാം പട്ടികയിലാണ് പഞ്ചായത്ത് രാജ് കിടക്കുന്നത്. ഇതിൽ 243 ആർട്ടിക്കിൾ തൊട്ടിട്ട് 243 വരെ ഏതാണ് നമ്മുടെ പഞ്ചായത്ത് രാജാണ്. പഞ്ചായത്ത് രാജ് നിയമം, ഇവിടെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. പഞ്ചായത്ത് രാജ് നിയമം വരുന്നത് 1993 ഏപ്രിൽ 24 എന്നാൽ കേരള പഞ്ചായത്ത് രാജ് നിയമം വരുന്നത് 1994, ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വന്നു കേട്ടോ. പക്ഷെ നോക്കിയേ, ഈ ഡേറ്റിൻ്റെ തലേദിവസം നോക്കിയേ, ഏപ്രിൽ 23. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 73-ാം ഭേദഗതി, 73 വയസ്സുള്ള ആ കൂട്ടുകാരന് എവിടെയാണ് ജോലി? പഞ്ചായത്തിലാണ് ജോലി. നെക്സ്റ്റ് 74 വയസ്സുള്ള കൂട്ടുകാരന് മുനിസിപ്പാലിറ്റി നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന മുനിസിപ്പാലിറ്റിയിലാണ് പണി കിട്ടിയത്. ഭാഗം 9A ആണ്. ഭാഗം 9A പട്ടിക ഏതാണ്? 12-ാം പട്ടിക. അപ്പോൾ ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ 12. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ രണ്ട് ഭേദഗതികളും. ഇതിൽ ആർട്ടിക്കിൾ 243P, അവിടെ P വെച്ചിട്ടാണ് നിർത്തിയതെങ്കിൽ ഇവിടെ P വെച്ച് തുടങ്ങും. 243P തൊട്ടിട്ട് 243Z വരെ ഉണ്ട്. അപ്പോൾ സെഡിൽ തന്നെ ABCD എന്നുണ്ടാവും. അപ്പോൾ 243P മുതൽ 243Z. ഇനി ഇത് മുനിസിപ്പാലിറ്റി നിയമം എന്ന പേരിൽ കേന്ദ്രത്തിൽ വന്നത് 91 ജൂൺ 1 അതേപോലെ തന്നെ ഇവിടുത്തെ ഡേറ്റിലെ കോയിൻസിഡൻസ് ഒക്കെ കേരള മുനിസിപ്പാലിറ്റി നിയമം 94, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നു. പക്ഷെ നോക്കൂ, മെയ് 30 ഇത് ജൂൺ 1, ഇത് മെയ് 30. ഇവിടെ നോക്കിയേ, ഏപ്രിൽ 24, ഏപ്രിൽ 23. ഇവിടെ അങ്ങനെ തലേദിവസം ഇവിടെ അതേപോലെ തന്നെ തലേദിവസം കേരളത്തിൽ. പക്ഷെ ഒരു കൊല്ലം കൂടുതലാണ് മാത്രം. അപ്പോൾ ഇത് മനസ്സിലാക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. 73-ൻ്റെയും 74-ൻ്റെയും കഥ ഒരുമിച്ചിരുന്ന് പഠിച്ച കൂട്ടുകാരന്മാരായ 73-ഉം 74-ഉം, 73-ന് പഞ്ചായത്തിൽ ജോലി കിട്ടി, 74-ന് മുനിസിപ്പാലിറ്റി ജോലി കിട്ടി. ഇനി ഇത് മറക്കില്ലല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.